പുള്ളേ പേടിക്കണ്ട, അവിടെ പടക്കം പൊട്ടിയതാണ്. വെക്കിവിടെ കാളി. ഹായ് ഫ്രണ്ട്സ്, വിഷുവിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ വിഷുന്ന് ഞങ്ങളെ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അനിയനും അനിയന്മാരെല്ലാവരും വരുന്നുണ്ട്. ടാട്ടനും ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനും അമ്മയും ചേച്ചിയാണ് അടുക്കളയിൽ കിടന്ന് മെയിനായിട്ട് തിരിഞ്ഞ് കളിക്കണേ. അങ്ങനത്തെ കടുക്ക ഫ്രൈയും ആടുകറിയൊക്കെയാണ്. അങ്ങനത്തെ ആടുകറിയൊക്കെ സെറ്റാക്കുകയാണ്. ചേച്ചി അപ്പുറം ചേച്ചി ഓരോ പണിയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആടുകറി ഇതാ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ കലക്കണം കേട്ടോ. മക്കളാണെങ്കിൽ മുറ്റത്ത് ഇതാ പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ കാശിമോൻ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ പടക്കം പൊട്ടിച്ച് ലെവലാക്കുന്നുണ്ട്. അപ്പോൾ ആടുകറിയിൽ തേങ്ങയൊക്കെ കലക്കി നമ്മുടെ ആടുകറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം പായസവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ. അത് കഴിഞ്ഞാൽ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അതാ ചേച്ചി പായസമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ചേച്ചി പായസമൊക്കെ ആക്കുമ്പോഴത്തേന് ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷായി വരട്ടെ. അതാ ഞാൻ ഫ്രഷായി വന്നതിന് ശേഷം മുടിയൊക്കെ ഇരുന്ന് മാടാണ് കേട്ടോ. മക്കളാണെങ്കിൽ മുറ്റത്ത് നല്ല കളിയാണ്. അതിൻ്റെ ഇടയിൽ മക്കൾ ചെറുതായിട്ട് കച്ചറും കാര്യങ്ങളുണ്ട്. അതിന് തുമ്പിൻ്റെ ചെറിയൊരു പരാതിയും കൂടി ഇതിൻ്റെ ഇടയിലൊന്ന് കേട്ടാലും നമുക്ക് അമ്മ പുതിയത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. തുമ്മിമോളെ പരാതിയും കാര്യങ്ങളും തീർക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അമ്മയും അനിയന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ തുമ്പിക്കും കാശിക്കും വിഷ്കോടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കാശീൻ്റെ വിഷ്കോടിയാണ് അനിയെ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ആൾക്ക് ചെറുതായിട്ട് നല്ല ടൈറ്റ് ഉണ്ട്. വല്ലാണ്ടൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മാറ്റിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. കാശിക്കാണെങ്കിൽ ടൈറ്റായിട്ട് ഇറിറ്റേഷനും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാശിക്ക് ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും. അങ്ങനെ അതാ അവൻ്റെ വിഷ്കോടി ഇട്ടിട്ട് കാണാൻ നല്ല അടിപൊളി ഉണ്ടെങ്കിലും മാറ്റാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എങ്ങനെയും മാറ്റിക്കണം. ഞാനിട്ട മാക്സി കണ്ടില്ലേ നിങ്ങളെല്ലാവരും, അത് ഇവിടെ നിന്ന് എനിക്കും ചേച്ചിക്കും അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. ചേച്ചിക്കും വാങ്ങിയിട്ടുണ്ട്. കാശിക്കുട്ടി ഈ ബാക്കിൽ നടക്കുന്നത് പടക്കം പൊട്ടിക്കാൻ വല്ല കൂടെ കളിക്കാനൊക്കെയാണ്. ആൾക്കാണെങ്കിൽ പടക്കം നല്ല പേടിയാണ്. ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ ആൾ അടങ്ങി നിന്നോളും പറഞ്ഞുകൊണ്ട് മക്കൾ ഇതാ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പടക്കം പൊട്ടിക്കുമ്പോൾ കാശിമോൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എനിക്കും ചെറുതായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കാശിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാം കേട്ടോ. ആൾ അടങ്ങിയിരിക്കുക, എന്തോ സംഭവിക്കാണ്ടെന്ന് അവന് മനസ്സിലായ മട്ടത്തിലാണ് ഇരിക്കണത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് വിളമ്പാണ്. മക്കളെയാണ് കേട്ടോ ഫസ്റ്റ് ഇരുത്തിയത്. അവരുടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ. അവർക്ക് ഓരോന്നോരോന്ന് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാണ്ട് തുമ്പിക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് വാങ്ങിക്കാനും കണി വെക്കണേലേക്ക് ഫ്രൂട്ട്സും കണിക്കൊന്ന അമ്മ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി എടുക്കുകയൊക്കെ വേണം കേട്ടോ. അങ്ങനത്തെ തുമ്പിൻ്റെ ചെറിയൊരു ആക്ടിങ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊന്ന് കാണാം കേട്ടോ. തുമ്മിമോൾ ഇത് അഭിനയിച്ചതാണെന്ന് എത്ര പേർക്ക് മനസ്സിലായി. അങ്ങനെ അവളുടെ അഭിനയമൊക്കെ കഴിഞ്ഞ് ഇതാ കമ്പിത്തിരിയൊക്കെ കത്തിക്കാനുള്ള തിരക്കിലാണ് മക്കള്. മാക്സി ഇട്ട് കമ്പിത്തിരി കത്തിക്കുന്ന തുമ്പി ഇത് മാക്സി അല്ല, അത് പുള്ളിയെ മട്ടലും പിടിച്ചുകൊണ്ട് പേടി തൊണ്ടെത്തി. പേടിക്കണ്ട, അവിടെ പടക്കം പൊട്ടിയതാണ്. വെക്കിവിടെ കാളി. തുമ്പി ആദ്യമായിട്ട് ഒറ്റക്കൊരു കമ്പിത്തിരി കത്തിച്ചിരിക്കുകയാണ് ഗൈസ്. സൂപ്പർ. എവിടെ ഒരുവിധം തുമ്പിമോളെ പേടിയും കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൃഷ്ണന് മാല കെട്ടാനുള്ള പൂവ് പറിച്ച് വന്നതാണ് കേട്ടോ. തുളസിയും തെച്ചിയും മുല്ലപ്പൂ ഒക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊന്നയുണ്ട്. കാശിക്കുട്ടൻ മാല ഉണ്ടാക്കാനൊന്നും സമ്മതിക്കില്ല. അവൻ പൂവൊക്കെ എടുത്ത് ഓടി കളിക്കുകയാണ്. ഞാൻ മെല്ലതാ നല്ല വൃത്തിയിൽ മാല കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൊല്ലമായി ഞാൻ തന്നെ കൃഷ്ണന് മാല കെട്ടാറ്. വല്ലാണ്ട് കെട്ടാനൊന്നും നിച്ചില്ലെങ്കിലും അറിയണ പോലെ നൈസായിട്ട് കെട്ടു കേട്ടോ. എനിക്കിഷ്ടമാണ് പൊതുവെ കെട്ടാൻ. മുല്ലപ്പൂവിൻ്റെ മാല വാങ്ങണമെന്നുണ്ടെങ്കിലും ഇഷ്ടമാണെങ്കിലും ഞാൻ കെട്ടാമെന്ന് വിചാരിച്ചു. കാശിക്കുട്ടനാണെങ്കിൽ തൊട്ടടുത്ത് ഇതാ ഫ്രൂട്ട്സും വെച്ച് കളിക്കുകയാണ് കേട്ടോ. മാങ്ങയ്ക്കാണ് ഈ മാമിഞ്ഞ എന്ന് പറയണത് അവൻ.
സംഭവം വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയാക്കി നമുക്ക് മാലയൊക്കെ കെട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ വിഗ്രഹമാണ് നാളെ കണി വെക്കാനും മാലയൊക്കെ നമുക്ക് നാളെ കണി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പൂവും മാലയും അച്ഛനും അമ്മയും നെയ്യപ്പൊക്കെ അടിപൊളിയാക്കി ചുട്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ടാട്ടനായിട്ട് മെയിനായിട്ട് കണിയൊക്കെ സെറ്റ് ചെയ്യണ ആള്. അപ്പോൾ ടാട്ടൻ്റെ കൂടെ ഒന്ന് കൂടി കൊടുക്കണം. തുമ്പിയും ഉണ്ട് കേട്ടോ. കാശിക്കുട്ടൻ പിന്നെ നേരത്തെ ഉറങ്ങി. നമുക്ക് പിന്നെ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷന് അവൾക്ക് ഉറക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്ത് പരിപാടിനെ അവൾ അതിൻ്റെ കൂടെ കൂടി തരും കേട്ടോ. തുമ്പിൻ ടാട്ടനാണ് മെയിനായിട്ട് ഇതൊക്കെ സെറ്റാക്കി വെക്കണം. ഞാൻ പിന്നെ പേരിനൊന്ന് കൂടെ കൂടി കൊടുക്കുക എന്നല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് അവരുടെ അടുത്ത് പോയിരിക്കുന്നത്. എല്ലാതും ആ ഉരുളിയിൽ സെറ്റാക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് ടാട്ട ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് സാവധാനമാണ് കേട്ടോ ചെയ്യണത്. തുമ്മിമോൾ അത് കണ്ട് ഓരോ അഭിപ്രായം കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ടാട്ടനെ വിഷമാവണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്നും എല്ലാം കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ വെറ്റിലടയ്ക്കും അപ്പും കാര്യങ്ങളൊക്കെ വേറെ വേറെ സ്ഥലത്ത് സെറ്റാക്കാണ്. ഓൾമോസ്റ്റ് എല്ലാതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഇതില്ലേ വിഷു അതിന് വേണ്ടി ഇതാ ശ്രീകൃഷ്ണൻ വെച്ചിട്ടുണ്ട്. ഇതാ അമ്മ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുകയാണ്. ഇതാ നിൽക്കുന്ന സാധനങ്ങൾ മം ഡാഡ് ഇതാ നിൽക്കുന്നു. അപ്പയൊക്കെ വന്നിട്ട് പോയി. ഉച്ചയ്ക്ക് വന്നിരുന്നു. കണ്ടോ അമ്മ ഓഫ് ചെയ്യണോ? അങ്ങനെ തുമ്പിമോളെ വ്ളോഗ് എല്ലാവരും കേട്ടില്ല. ഇതാണ് കേട്ടോ വാൽക്കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെക്കണ കണ്ണാടി. മോതിരും അമ്മേന്റെ മോതിരും കൊച്ചുകുഞ്ഞിനച്ഛനൊരു കച്ച വാങ്ങാൻ പോയി. ടാട്ട എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തുമ്മിമോളാണ് ഈ മുഖത്ത് പിമ്പിൾസ് തോണ്ടി കളിക്കുക. അച്ഛനും അമ്മയും രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റി വെളുക്കൊക്കെ കത്തിച്ചിട്ട് നമ്മളെ വിളിക്കട്ടോ വിഷുക്കണി കാണാൻ. എല്ലാ വർഷവും അങ്ങനെയാണ് വിഷുക്കണി കാണാറ്. വിഷുവിൻ്റെ ദിവസത്തെ വിശേഷത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.